ഹേ ഓൾ, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ഹിമാലയൻ്റെ ബാക്ക് ടയർ മാറ്റിയായിരുന്നു. നമ്മുടെ ബാക്ക് ടയർ കംപ്ലീറ്റ് വേണോട്ടായി ഒരു 13,000 കിലോമീറ്ററിലാണ് ഞാൻ മാറ്റിയത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ലൈഫ് അത്ര കിട്ടിയിട്ടുള്ളൂ. സിയറ്റ് മാക്സ് എക്സ്പ്ലോർ ആയിട്ടിരിക്കുന്നത് ഞാൻ മാറ്റിയിട്ട് ഓൾമോസ്റ്റ് ഒരു 300 കിലോമീറ്റേഴ്സ് ആടി. എന്നിട്ട് ഞാൻ റിവ്യൂ പറയാമെന്നുള്ള രീതിക്കായിരുന്നു. അപ്പോൾ ഇതിനെനിക്ക് ലൈഫിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ബാക്കി ഇതിൻ്റെ പ്രോസും കോസൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്യുന്നുള്ളത്, ഞാൻ എൻ്റെ പർപ്പസ് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ടയർ ചൂസ് ചെയ്തത്. അതായത് ഞാനൊരു 70-80 ഹൈവേസും പിന്നെ ചെറിയ പാച്ച് ഓഫ് റോഡ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഹാർഡ് കോഡ് ഓഫ് റോഡ് അല്ല. അപ്പോൾ അങ്ങനെ പർപ്പസ് നോക്കി എടുത്താണ് ഈ ടയർ വന്നിട്ട്. ഇത് പക്കയാണ്. നമുക്കൊരു 70-80 എന്തായാലും ഹൈവേയിൽ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാം. 20 നമുക്ക് ചെറിയ പാച്ച് റോഡിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ 70-ൽ ഇത് ഇപ്പോൾ റോഡിൽ നല്ല ഗ്രിപ്പാണ്. ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 300 കിലോമീറ്റർ ഓടിച്ചു ഈ ടയർ ഇട്ടതിന് ശേഷം. ഞാൻ ഇടുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ആഡ് ചെയ്യാം. ഞാൻ കൊച്ചിയിൽ നിന്നാണ് മാറ്റിയത്. ഞാൻ പാലക്കാട്ടേക്ക് വന്നു. ഇവിടെയും കുറച്ച് ഓടി. ഇവിടെ ചെറിയ ഓഫ് റോഡ് പാച്ചുകളൊക്കെ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷനിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നത് നല്ല ടാർമാക്കിൽ നല്ല ഗ്രിപ്പാണ്. അതേപോലെ വെറ്റ് കണ്ടീഷനിൽ ടാർമാക്കിൽ നല്ല ഗ്രിപ്പാണെന്നുള്ള രീതിക്ക് ഞാൻ ഇട്ടിട്ട് നോക്കിയപ്പോൾ വരുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു. ബാക്കിൽ പില്ലിയനും ഉണ്ട്. അതേപോലെ നല്ല കംഫർട്ടും ഉണ്ട്. നമുക്ക് ഒത്തിരി റഫായിരിക്കില്ല. നമ്മളിപ്പോൾ റാൽക്കോൻ്റെയൊക്കെ ഓഫ് റോഡ് ടയർ ഇടുന്ന സമയത്ത് ഹൈവേ യൂസിനൊക്കെ ഒത്തിരി ടഫായിരിക്കും. പക്ഷേ ഇത് നല്ല കംഫർട്ടാണ്. അതേപോലെ തന്നെ നല്ല ഗ്രിപ്പാണ്. വെറ്റ് കണ്ടീഷനിലും അതേപോലെ ഡ്രൈ കണ്ടീഷനിലും നല്ല ഗ്രിപ്പുണ്ട്. നമുക്ക് സിയറ്റിനൊപ്പം തന്നെ നിൽക്കുമ്പോൾ സിയറ്റിനേക്കാളും കുറച്ചും കൂടി ഗ്രിപ്പുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യാന്നുള്ള രീതിക്ക്. മാർക്കറ്റിൽ വേറെയും ടയേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിട്ട് ഈ ടയർ മേടിക്കുക. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്. അതായത് നിങ്ങൾക്ക് പക്ക ഓഫ് റോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റാൽക്കോയും അതേപോലെ ഇപ്പോൾ റൈസിൻ്റെയൊക്കെ ഓഫ് റോഡ് ടയേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മേടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പക്ക ഓൺ റോഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ടയറൊക്കെയാണ് ബെസ്റ്റ്. ഇതേപോലെ റൈസിൻ്റെ ടൂറാറുന്നുണ്ട്. പക്ഷെ അത് ഞാൻ അത്രയ്ക്ക് റിവ്യൂസ് കണ്ടിട്ടില്ല. അതിൻ്റെ ട്രെയിലർ കുഴപ്പമില്ലെന്നാണ് കണ്ടിരിക്കുന്നത്. ടൂറാറ് കണ്ടിട്ടില്ല. ടൂറാറിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ടാർമാക്കിൽ ഗ്രിപ്പ് കമ്മി എന്നുള്ള രീതിക്ക് ഒരു ബ്രോൻ്റെ വീഡിയോ കണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ട എന്നുള്ള രീതിക്കാണ് ഇതേപോലുള്ള ചെറിയ ഓഫ് റോഡ് പാച്ചുകളൊക്കെ നമുക്ക് എടുക്കാനും ഇത് ടയർ കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ യൂസേജ് നോക്കിയിട്ടാണ് ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തത്. അതായത് ഹൈവേ ടൂറിങ് പ്ലസ് ഇതേപോലത്തെ ചെറിയ ഓഫ് റോഡ് ട്രയൽ, നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രയലുകളും ചെറിയ ട്രയൽ പോകാമെന്നുള്ള രീതിക്കാണ് ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തത്. നമ്മൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ള വണ്ടി ഓടിച്ചിട്ട്. നിങ്ങളെങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ടയർ ഇപ്പോൾ ഇത് ബെസ്റ്റ് ടയർ ഫോർ ഹിമാലയ എന്നുള്ള രീതിക്ക് ഞാൻ പറയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളത് ചൂസ് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ റാൽക്കോൻ്റെയൊക്കെ ഓഫ് റോഡ് ടയേഴ്സ് നല്ലതാണ്. പക്ഷേ അത് പക്ക ഓഫ് റോഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അത് യൂസേജ് ഉള്ളൂ.
നമ്മളെ പോലെ കമ്മ്യൂട്ടിങ്ങും ഹൈവേസും പിന്നെ ചെറിയ ഓഫ് റോഡുകൾ എടുക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ബേസിക്കലി ഞാൻ ടൂറിങ്ങിനാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബേസിലാണ് എനിക്കൊരു റോഡ് ടയേഴ്സ് വേണം മെജോറിറ്റി. അതേപോലെ നല്ല ഗ്രിപ്പായിരിക്കണം. ഗ്രിപ്പ് കോംപ്രമൈസ് ചെയ്യാതെ വേണമെങ്കിൽ കുറച്ച് ലൈഫ് എന്നുള്ള രീതിക്കാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. നമുക്ക് MRFൻ്റെ ഉണ്ട്, മോ ഗ്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. അത് നല്ല ലൈഫാണെന്നാണ് കേട്ടത്. പക്ഷെ അത് ഇത്തിരി ഗ്രിപ്പിന് വെറ്റ് കണ്ടീഷൻസിലൊക്കെ ടാർമാക്കിൽ ഗ്രിപ്പ് ഇത്തിരി കമ്മിയാണെന്നാണ് ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. അത് നല്ല ലൈഫ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര്. അത് നല്ല ലൈഫാണ്. അപ്പോൾ നല്ല റിവ്യൂസിലാണെങ്കിലും നമ്മൾ വിചാരിക്കാത്തതിനേക്കാൾ ലൈഫാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ സെൻട്രൽ ഭാഗം തേഞ്ഞ് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലിറ്റി എന്തായാലും പോകും. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ ലൈഫ് കിട്ടിയിട്ട് കാര്യമില്ല. ആ ഒരു ഇത് മൊത്തത്തിലല്ല തേയ്ത്, സെൻറ്റർ മാത്രമായിട്ട് തേയുന്ന പോലെ കണ്ടായിരുന്നു. പിന്നെ ഉള്ളത് നമുക്ക് ട്രെയിലറാണ്. റൈസിൻ്റെ ഒരു ട്രെയിലർ പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. അത് നല്ല ടയറാണ്. അത് നമുക്ക് 50-50 ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഒരു ഓഫ് റോഡ് പ്ലസ് റോഡ് യൂസിനാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണത്. അതും ഓൾമോസ്റ്റ് 3500 എന്തോ വരുന്നുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് 3000 റുപ്പീസിനാണ് ഞാൻ ഈ ടയർ മൊത്തത്തിൽ മാറ്റിയത്. ടയറും പ്ലസ് നമുക്ക് അതിൻ്റെ ചാർജും കൂടിയിട്ട്, സർവീസ് ചാർജും കൂടിയിട്ട്, മാറ്റാനും കൂടിയിട്ട് ഇത് ബെസ്റ്റാണ് ഈ പ്രൈസിനും. അതേപോലെ നിങ്ങൾക്ക് ഹൈവേ ടൂറിങ് പ്ലസ് കമ്മ്യൂട്ടിങ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പർപ്പസ് നോക്കുക. നിങ്ങൾ നല്ല ഒരു 50-50, അതായത് നിങ്ങൾ നല്ല ടൂർ ചെയ്തിട്ട് ഒരുപാട് പോയി നല്ല ഓഫ് റോഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിലറൊക്കെ നോക്കാം. അത് നല്ല ടയറാണ്. ഞാൻ അത് റെക്കമെൻഡ് ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ ഓഫ് റോഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ബെസ്റ്റ് ടയർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ യൂസേജ് നോക്കും. ഇപ്പോൾ നിങ്ങൾ ഹൈവേ ടൂറിങ്ങും സിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ധാരാളം അല്ലെങ്കിൽ നമുക്ക് സിയറ്റിലോട്ട് തന്നെ പോകാം. നമ്മുടെ സ്റ്റോക്ക് ടയർ അത് ഇതിനേക്കാളും കുറച്ച് ലൈഫ് കുറവായിരിക്കും. ഇത് ഇത്തിരി ലൈഫ് കൂടുതലാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ലൈഫ് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല എത്ര കിട്ടുന്നുള്ളത്. ഞാൻ ഇത് ഈ വീഡിയോയിൻ്റെ അടിയിൽ വേണമെങ്കിൽ പിൻ ചെയ്ത് വെക്കാൻ നോക്കാം. ഇത് പിന്നെ കഴിയുന്ന സമയത്ത് ഈ വീഡിയോയിൽ ഞാൻ അടിയിൽ അത് ഫസ്റ്റ് കമൻറ്റ് ചെയ്തിടുക. പിന്നെ ഇതിൻ്റെ ബ്ലോഗ്സൊക്കെ അടിപൊളിയാണ്, കാണാനും നല്ല കട്ടൊക്കെ ഉണ്ട്. ഞാനത് പിന്നെ വാഷ് ചെയ്തിട്ടില്ല. അന്ന് അങ്ങനെ ടയർ ഇട്ടിട്ട് പിന്നെ നാട്ടിലൂടെ അങ്ങനെ വന്നതാണ്. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് ട്യൂബ് വരുന്നില്ല. ട്യൂബ് അവിടെ തന്നില്ല. ഞാനത് സെപ്പറേറ്റ് മേടിക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ട്യൂബ് പഞ്ചറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല മുന്നുള്ളത്. അപ്പോൾ ഞാൻ അതന്നെ ഇട്ടിട്ടുണ്ട്. നോക്കട്ടെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, കിട്ടും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ടയർ ഞാൻ മാറ്റിയിട്ടില്ല. ഫ്രണ്ട് ടയറിൻ്റെ സിറ്റുവേഷൻ ഇത് അങ്ങനെയാണ്. ഒരു സൈഡ് കുറച്ച് തേയുന്നുണ്ട്, വെട്ടി തേയുന്ന പോലെയാണ്, ഇടയത്തെ ബ്ലോക്കുകൾ മാത്രം. നോക്കാം, ഇനിയിപ്പോൾ ബാക്ക് ടയർ മാറുന്ന സമയത്ത് ഇത് മാറേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും എന്തുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള വേറെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഇതെൻ്റെ നാടാണ്. ഞാൻ കൊച്ചിയിലല്ല, ഇപ്പോൾ പാലക്കാടാണ്. അപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു ചെറിയൊരു ഉൾറോഡാണ്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ.